ദിണ്ടുകൽ തലപ്പാക്കട്ടി ബിരിയാണി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെസിപ്പി ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു വീക്കെൻഡ് പരീക്ഷണമായിരുന്നു ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തമിഴ്നാടിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റുള്ള വളരെ രുചികരമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിതിനായിട്ട് ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ഒരു ടീസ്പൂൺ മല്ലി, ഒരു ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ ഒരു 2 പീസ് ജാതിപത്രി, ഒരു 3 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 3-4 പീസ് കറുകപ്പട്ട, അതുപോലെ പെരുംജീരകം, വലിയ ജീരകം നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തക്കോലം, ഒരു 2 പീസ് തക്കോലം, ഒരു 8-10 ഗ്രാമ്പൂ, പിന്നെ ഒരു ബേ ലീഫ്. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്നതാണ് കൽപ്പാസി. പക്ഷെ നമ്മൾക്കത് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ഇത്രയും കാര്യങ്ങൾ ആണ് ചേർക്കുന്നത്. അത് നമുക്ക് പൊടിക്കാനുള്ള മസാല. അടുത്തതായിട്ട് ഒരു 1/4 കിലോളം ഉള്ളി. ഞാനൊരു 3/4 കിലോളം ചിക്കനാണ് എടുക്കുന്നത്. അതിനനുസരിച്ച് അതിൻ്റെ വലിപ്പത്തിലുള്ളൊരു ഇഞ്ചി ഒരു കഷ്ണം, അതുപോലെ ഒരു കുടം വെളുത്തുള്ളി, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, അതിനേക്കാൾ കുറച്ച് തന്നെ പുതിനയുടെ ഇല, ഒരു 6-7 പച്ചമുളക്. ഇത്രയും സാധനമാണ് നമ്മൾ മസാല അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ജീരകശാല കൈമ റൈസ് ഒരു 1/2 കിലോളം വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പൊടിക്കാനുള്ള മസാല, ഈ ഒരു മസാലപ്പൊടി മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അതുപോലെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മൾ ഈ മസാല നമ്മളിതുപോലെ നൈസായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും, അതുപോലെ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തതും, അതുപോലെ മല്ലിയിലയും പുതിന ഇലയും പച്ചമുളകും, അതുപോലെ തക്കാളി അരിഞ്ഞും നമ്മളിതുപോലെ നൈസായിട്ട് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 ടീസ്പൂൺ തൈര്, കട്ട തൈര്, അധികം പുളിയില്ലാത്തത് നമ്മളിതുപോലെ എടുത്ത് ഒന്ന് ഉടച്ച് റെഡിയാക്കി വെക്കുക. ഇനി നമ്മൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ഇതുപോലൊരു ബിരിയാണി പോട്ടാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഒരു 3-4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയുടെയും ഇതിൻ്റെയൊക്കെ ആ ഒരു പേസ്റ്റ് നമ്മളിതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം നമ്മൾ അതിൽ ആ ഒരു എണ്ണയിൽ കിടന്ന് അത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറി കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് കൂടെ അതിനകത്തേക്ക് ഒഴിക്കുക. തൈര് നന്നായിട്ട് ഇതുപോലെ അതിനകത്ത് ഫുള്ള് യോജിപ്പിച്ച് നമ്മൾക്ക് വേണമെങ്കിൽ ലേശം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മസാല പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈ പൊടിച്ച മസാല കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ചമണം മസാലയുടെയും നമ്മൾ ആദ്യം ചേർത്ത ആ പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ചധികം സമയം നമ്മളിത് വെക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മളതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അതിനകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലയിൽ നന്നായിട്ട് കുഴഞ്ഞ് ചേരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിക്കുക. സാധാരണ നമ്മൾ ഇതിനകത്തേക്ക് അരി കൂടെ ഇട്ട് വെള്ളം അളന്ന് അരി കൂടെ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. പക്ഷേ ഞാൻ ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് സമയം, ഒരു 80% വെള്ളം, അതായത് ചിക്കൻ വേവാനായിട്ട് നമ്മൾ അടച്ചു വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുതിർത്താൻ വെച്ചിരിക്കുന്ന അരി എടുത്ത് ഇതുപോലെ ഒന്ന് ഫിൽറ്ററിലിട്ട് വയ്ക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനൊക്കെ വെന്ത് വരുന്നുണ്ട്.
ആ ഒരു ഗ്രേവിയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ അതും നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ആ ചിക്കനെല്ലാം ഞാനെടുത്ത് മാറ്റുവാണ്. കാരണം നമ്മൾ അരി ഇതിനകത്ത് ഇട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്രേവി കൂടെ അളവ്, കാരണം അതിൽ ബാക്കി വന്നിരിക്കുന്ന ആ ഗ്രേവിയുടെ അളവ് നമുക്കറിയണം. അപ്പോൾ നമ്മളിതിനകത്ത് ചിക്കനെല്ലാം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ആ ഗ്രേവി നമ്മൾ അളന്നെടുക്കുന്ന ആ ഒരു പാത്രത്തിൽ അളന്ന് നോക്കണം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പം ഞാൻ അരി എടുത്തത് ഈ ഒരു പാത്രത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ആ ഗ്രേവി മൊത്തം മാറ്റുന്നുണ്ട്. അതിനുശേഷം തികയാത്തത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ ഇരട്ടി, അതായത് ഞാനെടുത്ത ആ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ടാണ് നമ്മൾക്ക് അരി ഇതിനകത്തേക്കിട്ട് വേവിച്ച് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ആ മസാലയും ആ വെള്ളവും കൂടെ ചേർത്ത് 1 കപ്പ് ഒഴിച്ചു. വീണ്ടും ഇരട്ടി 1 കപ്പ് കൂടെ, അതായത് ആ ഒരു പാത്രത്തിൽ 1 പാത്രം വെള്ളം കൂടെ ഞാൻ അതിനകത്തേക്ക് ഒഴിക്കുവാണ്. അതൊഴിച്ച് നന്നായിട്ട് ഒന്ന് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ, അതായത് തിളച്ച് വരുമ്പോൾ നമ്മുടെ ചിക്കൻ നമ്മളെടുത്ത് മാറ്റി വെച്ച ആ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ കൂട്ടി യോജിപ്പിച്ച്, നമ്മൾ വെള്ളം ഒഴിച്ചല്ലോ, ഒന്നുകൂടെ കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. അതിനകത്തേക്ക് നമ്മൾ ഇനി അരി ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി റൈസൊക്കെ ഇങ്ങനെ വിട്ട് അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഒരുപാടല്ല, കുറച്ച് മാത്രം. അതിനുശേഷം നന്നായി ഇളക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ജീരകശാല റൈസ് നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു. ചിക്കനും ഇട്ടു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, ഉപ്പും ഇട്ടു. നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾക്കിത് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഈ റൈസും ചിക്കനും എല്ലാം അതിൽ കിടന്ന് നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് അതിൽ കിടന്ന് വെന്ത് വരണം. അതിനുശേഷം നമ്മൾ അതിന് മുകളിലായിട്ട് കുറച്ച് പുതിനയുടെ ഇല കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. വേറെ ഒരു മസാലയും നമ്മൾ പൊടിച്ച് ചേർത്തതല്ലാതെ സ്പൈസസ് ആയിട്ട് ഡയറക്റ്റ് സ്പൈസസ് നമ്മളിതിനകത്ത് ഇട്ടിട്ടില്ല. ഇതൊരു വേറൊരു വെറൈറ്റി ബിരിയാണി അല്ലേ, അതായത് നമ്മുടെ പോലത്തെ അല്ലല്ലോ, നമ്മൾ തലപ്പാക്കട്ടി സ്റ്റൈൽ ബിരിയാണി അല്ലേ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊന്നും സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർക്കുന്നുണ്ട്. ഈ നീര് കൂടെ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച്, അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടി കൂട്ടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് പൊക്കി മറിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്ക് ലിഡ് വെച്ച് അടച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. വീണ്ടും നോക്കുമ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കൃത്യം വെള്ളവും അതുപോലെ അരിയുടെ വേവും കൃത്യമായിരിക്കണം. അതുകൊണ്ടാണ് ചിക്കൻ നമ്മൾ നേരത്തെ അത്രയും വേവിച്ച് വെച്ചത്. ഇപ്പോൾ ദേ നമ്മുടെ ലിഡ് തുറന്നപ്പോൾ ദേ എല്ലാം കറക്റ്റായിട്ട് വെന്തു. ഇനി നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കുറച്ച് നേരം അതവിടെ ഇരുന്ന് അങ്ങനെ അങ്ങ് വെന്തോളും. എല്ലാം കൃത്യമായിട്ട് തന്നെ നല്ല വിട്ട് കിടക്കുന്ന രീതിയിൽ അധികം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഈ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മുടെയൊക്കെ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അതും ജീരകശാല അരി ആയതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞു റൈസുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനത് വീണാസ് കറി വേൾഡിൽ നിന്നാണ് എനിക്ക് ഒരു റെസിപ്പി കിട്ടിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.